കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ആരോഗ്യമന്ത്രിയുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശാരീരികമായിട്ടുള്ള അക്രമത്തിന്റെ അടയാളങ്ങളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വീണ ജോർജിന്റെ വാദത്തിന് എതിരാകുന്നത് എന്നതാണ്. മന്ത്രിയുടെ വാദങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ പൊളിയുന്നത് സർക്കാരിനും CPM-നുമൊക്കെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ തനിക്ക് മർദ്ദനമേറ്റു എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദങ്ങൾ തത്വത്തിൽ പാളുകയാണ്. മന്ത്രിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിലെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന മന്ത്രിയുടെ പരാതിയെ അപ്പാടെ തള്ളുന്നതാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട്. മർദ്ദനമേറ്റെന്ന് പറയുന്ന ഭാഗങ്ങളിൽ ആയുധം ഉപയോഗിച്ചുള്ള മുറിവോ ചതവോ പോലും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് വിവാദമായിട്ടുള്ള ആ സംഭവം നടന്നത്. KSU പ്രതിഷേധത്തിനിടെ കഴുത്തിന് പരിക്കേറ്റെന്ന് ആരോപിച്ച് മന്ത്രി ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. പ്രതികൾ കഴുത്തിന് ആക്രമിച്ചതായിട്ട് മന്ത്രി ആരോപിച്ചിരുന്നുവെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. കഴുത്തിന്റെ പല ഭാഗങ്ങളിലും തൊടുമ്പോൾ വേദനയുണ്ട് എന്ന് മന്ത്രി അറിയിച്ചതല്ലാതെ ശാരീരികമായ അക്രമത്തിന്റെ അടയാളങ്ങളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താനായിട്ടുമില്ല.